നേര് റിലീസിന് പിന്നാലെ ഒരുപക്ഷേ മോഹൻലാലിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേര് നടി അനശ്വര രാജൻ്റേതായിരിക്കും. മോഹൻലാൽ, സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങി മലയാള സിനിമയിലെ മുതിർന്ന താരങ്ങൾക്കൊപ്പം തൻ്റെ പ്രകടനം കൊണ്ട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ അനശ്വരയ്ക്ക് സാധിച്ചുവെന്നാണ് അഭിപ്രായങ്ങളേറെയും. അനശ്വരയുടെ കരിയർ ബെസ്റ്റാണ് നേരിലെ സാറ എന്നാണ് ആരാധകർ പറയുന്നത്. മുൻവിധികളെ മാറ്റിയെഴുതുന്ന തരത്തിൽ അത്രയേറെ പക്വതയോടെയുള്ള അഭിനയമാണ് അവർ കാഴ്ചവെച്ചതെന്ന് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഉദാഹരണം സുജാത എന്ന മഞ്ജു വാര്യർ ചിത്രത്തിലൂടെയായിരുന്നു കണ്ണൂരുകാരിയായ അനശ്വര രാജൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ചിത്രത്തിൽ മഞ്ജുവിൻ്റെ മകളുടെ കഥാപാത്രമായിരുന്നു അനശ്വര അവതരിപ്പിച്ചത്. ആ കഥാപാത്രം അനശ്വരയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. പിന്നീട് നിരവധി കഥാപാത്രങ്ങൾ അനശ്വരയെ തേടിയെത്തി. ചില സിനിമകളിൽ നായിക കഥാപാത്രമായി തന്നെ അനശ്വര വേഷമിടുകയുമുണ്ടായി. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, വാങ്ക്, മൈക്ക തുടങ്ങിയ ചിത്രങ്ങളിൽ വേഷമിട്ട കഥാപാത്രങ്ങളാണ് അനശ്വര അവതരിപ്പിച്ചതെങ്കിലും പലതും ഹിറ്റടിച്ചില്ലെന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ നേരിലെ സാറയായി ഏറെ അഭിനയ മുഹൂർത്തങ്ങൾ ആവശ്യമുള്ള ഒരു കഥാപാത്രമായി സാറയെ മലയാളികൾ ആദ്യം ഉൾക്കൊണ്ടിരുന്നില്ല. സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള എല്ലാ അഭിപ്രായങ്ങളുടെയും മുനിയൊടിപ്പിക്കുന്ന പ്രകടനമാണ് നേരിൽ താരത്തിൽ നിന്നും ഉണ്ടായത്. തുടർന്ന് അനശ്വരയുടെ കരിയർ ഗ്രാഫ് ഇനി കുതിച്ചുയരുമെന്നാണ് ആരാധകർ പറയുന്നത്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും നടിയുടെ താരമൂല്യം ഉയരുമെന്ന കാര്യത്തിലും തർക്കമില്ല. പ്രതിഫലക്കണക്കിൽ നിലവിൽ മലയാളത്തിലെ മറ്റ് നടിമാർക്കൊപ്പം മുട്ടി നിൽക്കാൻ പോലും അനശ്വര ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. 20 മുതൽ 40 ലക്ഷം വരെയാണ് നടി വാങ്ങുന്ന പ്രതിഫലം. എന്നാൽ മലയാളത്തിലെ ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന കീർത്തി സുരേഷ്, നസ്രിയ നസീം തുടങ്ങിയവരുടെ പട്ടികയിലേക്ക് അനശ്വരയും എത്താൻ അധികനാൾ വേണ്ടിവരില്ലെന്നാണ് താരത്തിൻ്റെ നേരിലെ പ്രകടനം വ്യക്തമാക്കുന്നത്. അതേസമയം നേര് വിജയത്തിൽ സന്തോഷം പങ്കിട്ട് അനശ്വര രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നേരിനും ഈ നേരത്തിനും നന്ദി എന്നാണ് താരം കുറിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും പ്രശംസയും എന്നെ ഒരു തിരയെന്ന പോലെ ആശ്ലേഷിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുമുണ്ട്. എല്ലാവരോടും സ്നേഹം. നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ വളർന്നവളാണ് ഞാൻ. കൂടെ ഉണ്ടാവണമെന്നും അനശ്വര രാജൻ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. നേര് സിനിമ റിലീസ് കഴിഞ്ഞതിനു ശേഷം പ്രേക്ഷകരുടെ പ്രതികരണത്തെക്കുറിച്ചും അനശ്വര അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. തൻ്റെ പടം റിലീസ് കഴിഞ്ഞ് റിവ്യൂ പറഞ്ഞത് തന്നെ എപ്പോഴും വിളിക്കാറുള്ളതും തൻ്റെ ചേച്ചിയാണെന്നും എന്നാൽ നേരിൻ്റെ സമയത്ത് തങ്ങൾ ഒരുമിച്ചായിരുന്നുവെന്നും അനശ്വര പറയുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ താൻ കണ്ടില്ലെന്നും അനശ്വര കൂട്ടിച്ചേർത്തു. സിനിമ കഴിഞ്ഞപ്പോഴുള്ള ചേച്ചിയുടെ അഭിനന്ദനവും അനശ്വര മൂവി വേൾഡ് മീഡിയയ്ക്ക് പങ്കുവച്ചിരുന്നു. റിലീസ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കേണ്ട ആൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പടത്തിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടില്ല. എനിക്ക് സുജാതയുടെ അന്നുണ്ടായിരുന്ന കോളുകളും മെസ്സേജുകളും ആളുകളുടെ റെസ്പോൺസുകളുമായിരുന്നു വന്നിരുന്നത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് കുറേ പേര് നല്ല വർക്കായി എന്ന് പറയുന്നുണ്ട്. പടം കഴിഞ്ഞിട്ട് വിളിക്കുന്നു. കുട്ടിക്കാനത്ത് നിന്ന് ഞാൻ കൊച്ചിയിലേക്ക് വരികയായിരുന്നു. ഞാൻ രാത്രിയിലെ ഷോ ആയിരുന്നു ബുക്ക് ചെയ്തത്. ആ യാത്രയിലുടനീളം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് റിവ്യൂ കാണാതെ പിടിച്ചിരിക്കുകയും ചെയ്തു. എനിക്ക് നേരിട്ട് പടം കണ്ടാൽ മതി എന്നായിരുന്നു. ഇതാണ് റിവ്യൂ എന്ന് പറയേണ്ട ആൾ എൻ്റെ ചേച്ചിയാണ്. ആ ചേച്ചി എൻ്റെ കൂടെയുണ്ട്. ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒന്നും കാണാതെ നേരിട്ട് പടം കാണണം എന്നായിരുന്നു ചേച്ചിക്കും. ഞാൻ മിക്ക സിനിമകളുടെയും കഥ ചേച്ചിയുടെ അടുത്ത് ഡിസ്കസും ചെയ്യാറുണ്ട്. ചില ലൊക്കേഷനുകളിലെല്ലാം ചേച്ചി വന്നിട്ടുമുണ്ട്. എന്നാൽ ഇതിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് പടം എന്ന് ഒരു ഐഡിയയും ഇല്ലാതിരുന്ന ഒരാളായിരുന്നു ഞാൻ. ആ പടം കഴിഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചതും സ്നേഹം വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചതും ചേച്ചിയാണെന്നും അനശ്വര പറയുന്നുണ്ട്.